ഗജരാജാക്കന്മാരേറെയുള്ള മലയാള മണ്ണിൽ ഗജറാണി ഒരൊറ്റൊരാളേ ഉള്ളൂ. മൺമറഞ്ഞ ചോറ്റാനിക്കര സീതക്കുട്ടി. ചോറ്റാനിക്കര സീതക്കുട്ടി ചോറ്റാനിക്കരക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും സുപരിചിതയാണ്. കുട്ടികൾക്ക് തൊട്ട് തലോടാൻ കഴിയുന്നത്ര സ്വാതന്ത്ര്യമുണ്ട്. വളരെ ശാന്തമായ പ്രകൃതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതികളിൽ സീതക്കുട്ടി നാട്ടുകാർക്ക് പ്രിയങ്കരിയായിരുന്നു. സീതക്കുട്ടി അവസാന ഘട്ടത്തിൽ മരണാസന്നയാവുന്ന സന്ദർഭത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കാണാനായിട്ട് വരുന്ന നിലയുണ്ട്. ചോറ്റാനിക്കര സീതക്കുട്ടിക്കായി തയ്യാറാക്കിയ ഒരു പ്രതിമയാണ് ഇപ്പോൾ കാണുന്നത്. അതും ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്, ഈ സ്മാരകം അനാച്ഛാദനം ചെയ്തത് മറ്റൊരു ആനയാണ് എന്നുള്ളതാണ് ഇതിലെ കൗതുകം. തോട്ടക്കാട് യമുനയാണ് ഗജറാണി സീതക്കുട്ടിക്ക് വേണ്ടി ആ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടോ MLA ഫണ്ടോ വെക്കാൻ കഴിയാതെ വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഇടപെട്ടപ്പോൾ ജനങ്ങൾ തന്നെ അക്കാര്യത്തിൽ വളരെ താല്പര്യപൂർവ്വം കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എല്ലാവരുടെയും പങ്കാളിത്തമാണ്. ഇപ്പോൾ ഇന്നിവിടെ സീതക്കുട്ടിയുടെ പ്രതിമ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും മികവ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ വെക്കാൻ കഴിഞ്ഞ ഒന്നാണ് എന്നതാണ്. ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കുമ്പോൾ ജനങ്ങളുടെ ജനകീയ പങ്കാളിത്തത്തോടെ പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രതിമ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 6 പതിറ്റാണ്ടോളമാണ് ചോറ്റാനിക്കര സീതക്കുട്ടി ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ തിടമ്പേറ്റിരുന്നത്. തിരുവില്ലാമലയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ 6 പതിറ്റാണ്ടോളം ഈ ആന ഇവിടെ തന്നെ തുടരുമെന്നും ആ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരയായി മാറുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് പേരാണ് ചോറ്റാനിക്കര സീതക്കുട്ടിയെ മാത്രം കാണാൻ വേണ്ടി ക്ഷേത്രത്തിലെത്തിയിരുന്നത്. മകൻതൊഴൽ അങ്ങനത്തെ ഉത്സവങ്ങളൊക്കെ അനുബന്ധിച്ച് ഏറെ തിരക്കുള്ള അമ്പലമാണ് ചോറ്റാനിക്കര ക്ഷേത്രമെന്ന് നമുക്കറിയാം. ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തുന്ന കൊച്ചുകുട്ടികൾ, പ്രായമായവരൊക്കെ എല്ലാവരും ഈ സീതക്കുട്ടിയുടെ ആരാധകരായിരുന്നു. കാരണം ഏറെ ഇണങ്ങിയിരുന്ന ഒരു ആനയായിരുന്നു സീതക്കുട്ടി. നാട്ടുകാരോടും ഭക്തജനങ്ങളോടുമൊക്കെ ഏറെ ഇണങ്ങിയിരുന്ന സ്നേഹമുള്ള ഒരു ആനയായിരുന്നു. ഒടുവിൽ അവസാന നാളുകളിൽ കരൾ രോഗം ബാധിച്ച് അതിൻ്റെ മൂർച്ഛിച്ച അവസ്ഥയിലൊക്കെ ഒരുപാട് പേർ സീതക്കുട്ടിയെ കാണാനെത്തിയിരുന്നു. സീതക്കുട്ടി ചരിയുമ്പോഴും ഒരുപാട് പേർ, ആയിരങ്ങളാണ് ചോറ്റാനിക്കരയിലേക്ക് ഇരമ്പിയെത്തിയത് അവസാനമായി സീതക്കുട്ടിയെ കാണാൻ. എന്തായാലും സീതക്കുട്ടിയെ ചോറ്റാനിക്കര മറന്നിട്ടില്ല, ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അതും ചോറ്റാനിക്കര നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ചോറ്റാനിക്കരയെ സ്വീകരിക്കാൻ, ഐ ലവ് ചോറ്റാനിക്കര എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതുപോലെ ചോറ്റാനിക്കരയെ സ്വീകരിക്കാൻ സീതക്കുട്ടിയുടെ ഈ പ്രതിമ തല ഉയർത്തി നിൽക്കുകയാണ്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.